എല്ലാവർക്കും നമസ്കാരം. കേരള PSC ജൂലൈ മാസത്തെ പുതിയ നോട്ടിഫിക്കേഷൻ, പുതുതായിട്ട് ഏതൊക്കെ നോട്ടിഫിക്കേഷനാണ് വന്നതെന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാൻ പോവുകയാണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. PSC തന്നെ പുറത്തിറക്കുന്ന പ്രസിദ്ധീകരണമാണിത്. 2024 ജൂലൈ 1 ചേർന്ന കമ്മീഷൻ യോഗ തീരുമാനങ്ങൾ. താഴെ പറയുന്ന 37 കാറ്റഗറികളിലേക്ക് വിജ്ഞാപനം പ്രസിദ്ധീകരിക്കും. ജനറൽ റിക്രൂട്ട്മെന്റ്. ഓക്കെ, അത് ഏകദേശം ജനറൽ റിക്രൂട്ട്മെന്റ് തന്നെ ഏകദേശം 14 പറയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി, പോലീസിൽ ഫിംഗർ പ്രിന്റ് ബ്യൂറോയിൽ വകുപ്പിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ, അങ്ങനെ ഏകദേശം 14 പറയുന്നുണ്ട്. നമ്മളിപ്പോൾ പ്രധാനമായും ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മാസ്റ്റർ കീ അക്കാഡമി ഏതൊക്കെ കോഴ്സുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് തുടങ്ങാൻ പോകുന്നത്. അത് കൃത്യമായിട്ട് പറഞ്ഞു തരാം. ഒന്ന്, ആദ്യം ഞാൻ ഈ 14 ഒന്ന് വായിക്കാം. അപ്പോൾ ഏത് വേറെ കോഴ്സാണെങ്കിൽ ഉപകാരപ്പെടുമല്ലോ. സ്പീഡ് വായിച്ചു തരാം. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി, പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ, കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരഫെഡിൽ അസിസ്റ്റന്റ് മാനേജർ സിവിൽ പാർട്ട് 1 ജനറൽ കാറ്റഗറി, സഹകരണ വകുപ്പിൽ ജൂനിയർ ഇൻസ്പെക്ടർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് VO-മാരിൽ തസ്തിക മാറ്റം മുഖേന ബൈ ട്രാൻസ്ഫർ ആണ് അവിടെ വരുന്നത്. വനിതാ ശിശു വികസന വകുപ്പിൽ സൂപ്പർവൈസർ, ട്രാവങ്കൂർ ഷുഗേഴ്സ് ആൻഡ് കെമിക്കൽ ലിമിറ്റഡ് ഡെപ്യൂട്ടി മാനേജർ, ഭൂജല വകുപ്പിൽ ട്രാൻസ്മാൻ ഗ്രേഡ് 2, കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റന്റ് ഗ്രേഡ് 2, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡ് സൈറ്റ് എഞ്ചിനീയർ, കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൽ സ്റ്റുഡിയോ അസിസ്റ്റന്റ്, കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡ് കേരള ഫെഡിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ, അതേ കണക്ക് തന്നെ കേര കർഷക സഹകരണ ഫെഡറേഷൻ ലിമിറ്റഡിൽ കേര ഫെഡ് അനലിസ്റ്റ് പാർട്ട് 1 ജനറൽ കാറ്റഗറി, പാർട്ട് 2 സൊസൈറ്റി കാറ്റഗറി, കേരള സംസ്ഥാന ചലച്ചിത്ര വികസന കോർപ്പറേഷൻ ലിമിറ്റഡിൽ ഇലക്ട്രീഷ്യൻ, സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനി കോർപ്പറേഷൻ ബോർഡുകളിൽ സ്റ്റെനോഗ്രാഫർ, കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ്. അങ്ങനെ 14. ഇതിനകത്ത് ഓരോന്നും പറയാൻ പോവുകയാണ് മാസ്റ്റർ കീ അക്കാഡമി ഏതൊക്കെ കോഴ്സ് നടത്താൻ പോകുന്നത്. അതിലൊന്നാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി. അപ്പം ഒന്നാമത്തേതാണ് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഏതാണ് ബയോ കെമിസ്ട്രി. ശ്രദ്ധിക്കാം. ഒന്നാമത്തത് മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി. 2, പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ. ഇപ്പൊ തന്നെ ഫിംഗർ പ്രിന്റ് സെർച്ചറായിട്ട് ഈ പോലീസ് ഡിപ്പാർട്ട്മെന്റിലുള്ള ആൾക്കാരെ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ക്ലാസ് ഓൾറെഡി ഇപ്പം മാസ്റ്റർ കീ അക്കൗണ്ട് റൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ 2 ആയിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി. 2 പോലീസ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ വകുപ്പിൽ ഫിംഗർ പ്രിന്റ് സെർച്ചർ. മൂന്നാമത്തത് വനിതാ ശിശു വികസന വകുപ്പിൽ സൂപ്പർവൈസർ, ICDA സൂപ്പർവൈസർ. ഓൾറെഡി മാസ്റ്റർ കീ അക്കാഡമി ആ കോഴ്സ് റണ്ണിംഗ് ആണ്. ഓക്കെ, അടുത്തതാണ് കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ ഫാം അസിസ്റ്റന്റ്. ഇറ്റ് ഈസ് ആൻ ഇമ്പോർട്ടന്റ് പോസ്റ്റ്. 8ാമത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. കേരള വെറ്റിനറി ആൻഡ് ആനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഫാം അസിസ്റ്റന്റ്. ഇങ്ങനെ 4 കോഴ്സുകളാണ് മാസ്റ്റർ കീ അക്കാഡമി ആരംഭിക്കാൻ പോകുന്നത്. ഈ മാസം തന്നെ ആരംഭിക്കും. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ബയോ കെമിസ്ട്രി, ഫിംഗർ പ്രിന്റ് സെർച്ചർ, ICDA സൂപ്പർവൈസർ, ഫാം അസിസ്റ്റന്റ്. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടന്റ് പോസ്റ്റ്, ഗ്രേഡ് 2. അങ്ങനെ 4 മാസ്റ്റർ കീ. ഈ 4 കോഴ്സുകളും മാസ്റ്റർ കീ അക്കാഡമി ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. ഒരു സന്തോഷ വാർത്ത കൂടി പറയട്ടെ. ഇന്ന് വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന സമയം ജൂലൈ 4 2024. ഇപ്പോൾ ഒരു റിസൾട്ട് വന്നിട്ടുണ്ട്. ഫാർമസി മേഖലയിൽ 2ാം റാങ്ക് മാസ്റ്റർ കീ അക്കാഡമിക്കാണ്. ആകെ 20 പേരുടെ ലിസ്റ്റേ ഉള്ളൂ. അതിൽ 2ാം റാങ്ക് മാസ്റ്റർ കീ അക്കാഡമിയിൽ പഠിച്ച ഉദ്യോഗാർത്ഥിക്കാണ്. വാണി കൃഷ്ണയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഉറപ്പായിട്ട് വിശ്വസിച്ച് പഠിക്കാം. നന്നായി പഠിച്ചാൽ, നന്നായി ഫോളോ ചെയ്താൽ, ഹാർഡ് വർക്ക് ചെയ്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇതേ കണക്ക് ഉയർന്ന റാങ്ക് വാങ്ങാൻ സാധിക്കും. താങ്ക് യു.